ഇല്ലാത്ത കേസ് പിടിക്കാനൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടാ ചേട്ടൻ ഈ പറയണേ? നീ ഡയലോഗ് പറയണ്ട, നീ ഡയലോഗ് പറഞ്ഞു, നീ മൊബൈലിൽ ഡയലോഗ് പറയുന്നതിന് മുമ്പ് എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ മണിയാശാന്റെ ഡ്രൈവറാ, CPM-ന്റെ ഗുണ്ടയാന്നാ പറയണത്. ഞാൻ എന്ത് ചെയ്തിട്ടാ ചേട്ടൻ എന്റെ അടുത്ത് ഈ ചൂടാകുന്നേ? ഞാൻ എന്തേലും ചെയ്തിട്ടാണോ ചേട്ടൻ വന്ന് വണ്ടി താക്കോല് പറിക്കണു, വണ്ടി അടിച്ചു പൊട്ടിക്കാൻ നോക്കണു? ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചേട്ടൻ ചേട്ടൻ എന്റെ ഒരാൾ വന്ന് ചോദിക്കുന്നു, അവരൊന്നും പറയരുത് കേട്ടോ. ചേട്ടൻ ഓടിക്കുന്ന ഡ്രൈവറാ, ജീപ്പ് ഡ്രൈവറാ. അപ്പൊ ഇന്നലെ എന്റെ ഗസ്റ്റിനെ രാത്രി ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആനച്ചാൽ പ്രകൃതിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഗസ്റ്റിനെ ഇറക്കി വിട്ടിട്ട് ഡീസൽ അടിച്ചിട്ട് വരുന്ന സമയത്ത് ആ ഗസ്റ്റ് പറഞ്ഞു ഫുഡില്ല, ഇവിടെ ഫുഡ് തീർന്നു. അന്നേരം വേറെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഹോട്ടലില്ല, പ്യൂർ വെജ് ഹോട്ടലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നാളത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഞങ്ങൾക്കൊരു വാട്ടർഫോൾസ് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കാണിച്ചു തരാം. അവർ പറഞ്ഞു തൂവാനം വാട്ടർഫോൾസിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര പാടാണ്, നമുക്ക് പോക്കിൽ നടക്കില്ല, എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേറൊരു വാട്ടർഫോൾസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രൗഷർ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് 2 ഡ്രൈവർമാർ വന്നിട്ട്, ജീപ്പ് ഡ്രൈവർ തന്നെ, അവന്മാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഈ പരിപാടിയൊന്നും പറ്റില്ല, നീ എവിടെ നിന്ന് വന്നേക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2-ാം മൈലിൽ ഞാൻ ജീപ്പ് ഓടിക്കുന്നത്, ഇതെൻ്റെ ഗസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വണ്ടിയൊന്നും ഇവിടെ ഇട്ടിട്ട് നിന്നെ ഗസ്റ്റിനൊന്നും പിടിക്കാൻ പറ്റില്ല, നീ എവിടെ നിന്ന് വന്നേക്കണേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര തെറി പറഞ്ഞു, വഴക്കുണ്ടാക്കി എൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് ആ ഗസ്റ്റ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ പുറകിൽ നിന്ന് വന്നിട്ട് വണ്ടിയുടെ ബോണറ്റേൽ അടിക്കുകയും എൻ്റെ വണ്ടിയുടെ താക്കോൽ ഊരും എന്നെ ഭയങ്കരമായിട്ട് അടിച്ച് കഴുത്തേലേക്ക് മുറിച്ച്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞാൻ മണിയാശാൻ്റെ ഡ്രൈവറാ, CPM-ന്റെ ഗുണ്ടയാന്നാ പറയണത് അവർ. ഈ ഇവിടുത്തെ ഗുണ്ടകളെ കൊണ്ട് ഒരു രക്ഷയില്ല, നമുക്ക് ആനച്ചാൽ ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആ ഗസ്റ്റ് എന്നെ ഇവിടെ വിളിച്ചിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ സേഫ് ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കണം എന്നാണ് ചോദിക്കണത്. എന്നിട്ട് അവർ കത്തി എടുത്ത് എൻ്റെ കഴുത്തിൽ, പേന കത്തി എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ വെച്ചു. ഇതാ പാടുണ്ട് ഇവിടെ, ജസ്റ്റ് മിസ് കുത്തി. ഞാൻ ഇങ്ങനെ മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ മരിച്ചേനെ. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടോ? പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. പോലീസ് എന്താ പറയുന്നത്? പോലീസ് അവരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റും. പറയുകയോ അത് ആരെങ്കിലും വീഡിയോ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും, നിന്റെ വണ്ടിയും കത്തിച്ച് കളയുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ മർദ്ദിച്ചവരും ജീപ്പ് ഡ്രൈവർമാർ തന്നെയാണോ? അവർ 2 പേരും ജീപ്പ് ഡ്രൈവറാണ്, നല്ല പൂസമായിരുന്നു അവർ. അവർക്ക് കാലം നിൽക്കാൻ പറ്റത്തില്ല, പൂസമായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.